ഹായ് ഫ്രണ്ട്സ്, സേമിയ വേവിക്കാതെ തന്നെ എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലാച്ച സേമിയയാണ്. ഇത് പ്രാൺ എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതൊരു ബൗളിനകത്തേക്ക് കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ഹാഫ് പോർഷനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് നല്ല കുക്ക്ഡ് ആയിട്ടുള്ള സേമിയയാണ്. ഓൾറെഡി കുക്ക് ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ജസ്റ്റ് തിളച്ച പാൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ മൂടി വെക്കേണ്ടതാണ്. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ സേമിയയുടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും ബദാമും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടെ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടുപ്പ് പോലും കത്തിക്കാതെയുള്ള സേമിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് യൂസ് ആവും. താങ്ക്സ് ഫോർ വാച്ചിങ്.